ആദ്യഘട്ടം ഞാൻ പറഞ്ഞതുപോലെയാണ്. കേരളത്തിൽ UDF അനുകൂല തരംഗം ആഞ്ഞടിക്കുകയാണ്. മഹാഭൂരിപക്ഷം നേടി UDF വിജയം നേടും. കേരളത്തിൽ 100-ലധികം സീറ്റുകളുമായി UDF അധികാരത്തിൽ വരും. ഇതാണ് നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും എല്ലാ ജില്ലകളിലും പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ജനങ്ങളുടെ വികാരം പോസിറ്റീവാണ്. ഒരു ചേഞ്ച് വേണമെന്നുള്ളത് ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി പറയുകയാണ്. ആരോപണമല്ലല്ലോ അത്, ഡീൽ ആരോപണമല്ലല്ലോ. നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് 2020 എന്ന് പറയുന്ന ഒരു കക്ഷിക്ക് 18ഓളം സീറ്റുകൾ കൊടുത്തു NDA മുന്നണിയിൽ. അവർ മത്സരിക്കുന്ന സീറ്റുകളും അവരുടെ സ്ഥാനാർത്ഥികളും എടുത്തു നോക്കണം. അതുപോലെ തന്നെ CPM നിർത്തിയ സ്ഥാനാർത്ഥികൾ എടുത്തു നോക്കണം, BJP നിർത്തിയ സ്ഥാനാർത്ഥികൾ എടുത്തു നോക്കണം. ഇത് ഞങ്ങൾ പറയുന്നില്ല, BJPയുടെ അണികൾ പറയുന്നുണ്ട്, CPMൻ്റെ അണികൾ പറയുന്നുണ്ട്. അവർക്ക് ജയസാധ്യതയുണ്ടെന്ന് അവർ വിചാരിക്കുന്ന സീറ്റുകളിൽ പോലും അവർ സീറ്റെടുക്കാതെ മറ്റു കക്ഷികൾക്ക് കൊടുത്തിരിക്കുകയാണ്, അവിടെ പ്രസക്തമല്ലാത്ത കക്ഷികൾക്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഞങ്ങൾ വെറും ആരോപണം പറഞ്ഞത്. ഇത് കുറേ നാളായിട്ടുണ്ട്. PMC എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഒപ്പിട്ടത്? പാവപ്പെട്ട CPI മന്ത്രിമാരെ പോലും അറിയിക്കാതെ അവർ മന്ത്രിസഭയിൽ ചോദ്യം ചോദിക്കുമ്പോൾ PMCയിൽ ഒപ്പിട്ടതിന് വേണ്ടിയിട്ടായിരുന്നു. ലേബർ കോഡ് ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ അത് ആദ്യം അതിൻ്റെ കരട് അംഗീകരിക്കാൻ എന്തിനാണ് കേരള ഗവൺമെൻറ് തയ്യാറായത്? അതൊരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് കേന്ദ്ര ഏജൻസികൾ കുട്ടികോക്ഷി അന്വേഷിക്കുന്ന ഒരു അന്വേഷണവും നടക്കുന്നില്ലല്ലോ കേരളത്തിൽ. അപ്പോൾ ഇതൊരു ഒത്തുകളിയാണ്, പരസ്പരം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തുകളി. അത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ ഡീല് ആവർത്തിച്ചു എന്നുള്ള സത്യമാണ്. ഇത് BJPയിലെയും CPMലെയും അണികൾക്ക് ദഹിക്കുന്നില്ല എന്നുള്ള വ്യക്തമാണ്. അവർ അംഗീകരിക്കുന്നതല്ല ഇത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവരുടെ നേതാക്കന്മാരെടുത്തിരിക്കുന്ന തീരുമാനമാണ്. അത് ജനം അംഗീകരിക്കാൻ പോകുന്നില്ല. അതിനെതിരായിട്ടുള്ള വികാരം കൂടിയായിരിക്കും ഈ ഇലക്ഷൻ. BJP എന്നുള്ളത് നേരത്തെ സംസ്ഥാന തലത്തിൽ നിന്നുള്ള നേതാക്കൾ മാത്രം ഉന്നയിച്ച ഒരു ആരോപണമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും ഒക്കെ പറയുന്നുണ്ട് ഇത്. അപ്പോൾ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് CPM. ആ ദേശീയ തലത്തിൽ നിന്ന് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് CPMനെ പുറത്താക്കേണ്ടതല്ലേ? അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഇന്ത്യ സഖ്യവും ഇതുമായിട്ട് കൂട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ബംഗാളിൽ അങ്ങനെയാണെങ്കിൽ CPM മമതാ ബാനർജിക്കെതിരെയല്ലേ മത്സരിക്കുന്നത്? മമതാ ബാനർജിക്കെതിരെ എന്തെല്ലാം ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. ഇതിനകത്ത് ദേശീയ തലത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഇത് കേരളത്തിലെ രണ്ടുപേരെ പറയാണ്, ഒരു സംശയമില്ല. കേരളത്തിലെ CPM പിണറായി വിജയൻ്റെ അധീനതയിലാണ്. അതല്ലേ TK ഗോവിന്ദനും അതല്ലേ കുഞ്ഞികൃഷ്ണനും അതല്ലേ സുധാകരനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സുധാകരൻ ഇന്നലെ പറഞ്ഞു നോക്കിയാട്ടെ, കൃഷ്ണപിള്ള പോലുള്ളൊരു മഹാനായ നേതാവിൻ്റെ സ്മാരകം കത്തിച്ചത് പോലും CPM തന്നെയാണെന്നാണ് പറഞ്ഞത്. എന്ത് ഗൗരവതരമായ കാര്യമാണിത്. P. കൃഷ്ണപിള്ള ഗുരുതുലനായി കമ്മ്യൂണിസ്റ്റുകാരൻ കാണുന്ന അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സ്മാരകം, ആ സ്മാരകം കത്തിച്ചത് CPMകാർ തന്നെയാണെന്നാണ് പറയുന്നത്. അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹമാണ് ഇത്തരം ഒരു ഡീലിന് കൂട്ടുനിൽക്കാൻ എങ്ങനെ അദ്ദേഹത്തിന് പറ്റുമെന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹമാണ്. അതെ, ശബരിമലയിൽ ഏറ്റവും വലിയ കൊള്ള നടന്നപ്പോൾ, ആ കൊള്ള ജനം ഏറ്റെടുത്തപ്പോൾ, സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ഏറ്റവും ശക്തമായി വന്നപ്പോൾ, നമുക്കറിയാം അയ്യപ്പൻ്റെ സ്വർണം കക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ലല്ലോ. 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, CPMൻ്റെ പ്രഗത്ഭരായ നേതാക്കൾ ജയിലിൽ കിടന്നപ്പോൾ പ്രതിക്കൂട്ടിലായ സർക്കാർ എന്താ ചെയ്തത്? അന്നേരം അത് മെല്ലെ കോൺഗ്രസിൻ്റെ കാലത്ത് നടന്നിട്ടുണ്ടെന്ന് വരുത്തിക്കാനായിരുന്നു ആ ആരോപണം വന്നത്. അതിപ്പോൾ തെളിഞ്ഞില്ലേ? ഇവർ ചെയ്ത കള്ളത്തരം മറച്ചു പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പൊള്ളയായ ആരോപണം ഞങ്ങൾക്കെതിരെ ഉന്നയിക്കാൻ ശ്രമിച്ചത്. അത് ശരിയല്ല എന്ന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞില്ലേ? അപ്പോൾ കൃത്യമാണ്, അമ്പലക്കൊള്ള എന്ന് പറയുന്നത് CPMന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ്. അവർ നടത്തിയിരിക്കുന്ന കൊള്ളയാണ് ശബരിമലയിൽ നടന്നത്. ജനം അത് മറന്നിട്ടില്ല. ആ കൊള്ള നടത്തിയവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിച്ചത്. ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ നിയമപരമായി നേരിട്ടുണ്ട്. നോട്ടീസ് പോയിട്ടുണ്ട്. അല്ല, അവർ അന്വേഷിക്കോട്ടെ. ഞാൻ എന്തായാലും നിയമപരമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്.
മാത്രമല്ല ഇത്തരം കാര്യങ്ങളിൽ എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. പിണറായി വിജയൻ്റെ പോലീസ് അന്വേഷിക്കട്ടെ, അദ്ദേഹത്തിന് പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഞാൻ ഉന്നയിച്ചതല്ല, ബാർ കൊടുത്തിട്ട് 200 ബാറുകൾ അനുവദിച്ചു കേരളത്തിൽ. ടൂറിസം വകുപ്പ്, നിങ്ങൾ ആരും അത് വാർത്ത പോലും ആക്കുന്നില്ല, എനിക്ക് അനുഭവം തോന്നുകയാണ്. 200 ബാറുകൾക്ക് ക്ലാസിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ലൈസൻസ് പുതുക്കി കൊടുത്തു ഈ സർക്കാർ. എപ്പോൾ? ഈ കഴിഞ്ഞ 1 മാസത്തിൽ കോടികളാണ് ഒഴുകിയിരിക്കുന്നത് അതിനകത്ത്. മുഖ്യമന്ത്രി അതിന് മറുപടി പറയുന്നത്, ആ മുഖ്യമന്ത്രി ഞാൻ കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഇത് ആവർത്തിച്ചു, മുഖ്യമന്ത്രി അതിന് മറുപടി പറയുന്നില്ല. ഞങ്ങൾക്കെതിരെ എന്ത് വേണമെങ്കിലും അതിൻ്റെ ഭരണം ഇവരുടെ കയ്യിലായിരുന്നോ? പോലീസുകാരുടെ കയ്യിലായിരുന്നു. മുകളിൽ മോഡി ഉണ്ട്, CBI ഉണ്ട്, ED ഉണ്ട്. എന്താ അന്വേഷിക്കാത്തത്? മാത്രമല്ല ഞങ്ങൾ ഇത്തരം വന്നപ്പോൾ നിയമപരമായിട്ട് അതിനെതിരെ കേസ് കൊടുത്തിരിക്കുക ഞങ്ങൾ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതിനെതിരെ അവരെന്ത് ചെയ്യും? ഇതൊക്കെ ഇലക്ഷൻ കാലത്ത് ഒരു ആരോപണം CPM-നെതിരെ വരുമ്പോൾ, നേരത്തെ സ്വർണ്ണക്കേസിൽ പറഞ്ഞതുപോലെയാണ്, അങ്ങനെ വരുമ്പോൾ അത് മറിച്ചു പിടിക്കാനുള്ള ആരോപണം ഇതൊന്നും കണ്ട് അവർക്ക് ഇതാക്കേണ്ടത്. അല്ല, കോൺഗ്രസിലൊന്നുമില്ല, കോൺഗ്രസിലൊന്നുമില്ല. വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് വിഷയം മാറ്റിയെടുക്കണം താല്പര്യം ഉണ്ടാവും, എനിക്കറിയാം. കേരളത്തിലെ ഇലക്ഷൻ്റെ വിഷയം ഒന്ന് മാറ്റിയിട്ട് എടോ, അതിനല്ലേ ഞാൻ പറഞ്ഞത് ഞങ്ങൾ നിയമപരമായി നേരിട്ട് പറഞ്ഞാൽ അതിനപ്പുറം വരണ്ടോ? നിയമത്തിന് മുമ്പിൽ തെളിയിക്കട്ടെ അത്. വി ആർ റെഡി എന്നല്ലേ പറയുന്നത്. ഞാൻ 15 ദിവസം മുമ്പേ ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. 15 ദിവസം മുമ്പേ അയച്ചു കഴിഞ്ഞു. ജീവിതത്തിൽ പരിശുദ്ധിയോടെ നിൽക്കുന്ന പിണറായി വിജയനോട് എന്നെ ആരോപണം ഉന്നയിക്കാൻ അല്ല, അന്വേഷിക്കട്ടെ എന്നേ. അതെന്താ? നേരെ മറിച്ച് ഈ കോഴ ആരോപണത്തിന് മറുപടി പറ. ഇതിനകത്ത് 200 ബാർ അനുവദിച്ചാൽ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞുകൊണ്ട് കോഴ വാങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കം പറഞ്ഞുകൊണ്ടാണ് കോഴ വാങ്ങിയിരിക്കുന്നത്. അതിന് മറുപടി പറ. പിന്നെ പിൻവലിച്ചില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്തായിരിക്കും, അത്ര തന്നെ. പിൻവലിക്കാൻ 5 മണി വരെ കാത്തിരിക്കും, ഇല്ലെങ്കിൽ പാർട്ടിയിൽ ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. UDF അഷ്റഫ് സുഖമായിട്ട് ജയിക്കും. ഞങ്ങളുടെ MLA-മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ജനകീയനായിട്ടുള്ള MLA ആണ്. അഷ്റഫിനെ തോൽപ്പിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അഷ്റഫ് ജയിക്കും. അല്ല, അങ്ങനെയും കേൾക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഞങ്ങളിപ്പം അതൊന്നും ആവശ്യപ്പെടാൻ പോലില്ല. അഷ്റഫ് ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ജയിക്കും. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? അതിൽ കുഴപ്പം വല്ലതും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എടോ, ഇത്തിരി മനസ്സിലായില്ലേ? ഞങ്ങളെല്ലാവരും ഇന്നലെ കോഴിക്കോടുണ്ടായിരുന്നു. ഞങ്ങളുടെ നേതാക്കന്മാർ ഒരു നേതാവ് തീരുമാനിക്കുന്ന പാർട്ടിയല്ല ഇത്. ഒരു നേതാവ് മാത്രം തീരുമാനിക്കുന്ന പാർട്ടിയല്ല ഇത് മനസ്സിലായില്ലേ? നിങ്ങൾ കുറച്ച് ആളായിട്ട് തുടങ്ങി. കേരളത്തിലെ കോൺഗ്രസ്സിൽ ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ, എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഞങ്ങൾ എന്തിൻ്റെയും പേരിൽ ഭിന്നതയോടെ നിൽക്കുന്നവരല്ല. ഞങ്ങളുടെ എല്ലാവരും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ സർക്കാരിനെ താഴെ ഇറക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. ഒരു തർക്കവുമില്ല.